പിറ്റേന്ന് രാവിലെ ചേച്ചി എല്ലാം എടുത്തു വെച്ചോ? സാൻഡ്ര ഒരുങ്ങിക്കൊണ്ട് നിൽക്കുന്ന ആമയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഡ്രസ്സൊക്കെ എടുത്തു, ഇനി ഫയലുകളൊക്കെ എടുക്കണം. അത് ഓഫീസിൽ ചെന്നിട്ട് വേണം എടുക്കാൻ. അയാൾ രാവിലെ ഓഫീസിൽ ചെല്ലാനാ പറഞ്ഞത്. അവിടെ നിന്നും പോകാമെന്ന് പറഞ്ഞു. അവൾ സാൻഡ്രയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി. അവളൊരു സിമ്പിൾ ചുരിദാറായിരുന്നു വേഷം, ഒരു മാംഗോ കളർ ചുരിദാർ. അതവൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു. ഒരുപാട് മേക്കപ്പോ ഒരുക്കമോ ഒന്നും അവളുടെ മുഖത്തുണ്ടായിരുന്നില്ല. അതൊന്നും തന്നെ ഇല്ലെങ്കിലും ആമി സുന്ദരിയായിരുന്നു. സാന്ദ്രയും അവളും കൂടി ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയതും താഴെ അവരെ കാത്ത് ഫെലിക്സ് നിൽപ്പുണ്ടായിരുന്നു. എനിക്കറിയായിരുന്നു നീ ഇന്ന് വരുമെന്ന്, ആമി അവനെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു. ആമി, ഞാൻ ഇപ്പോഴും പറയുകയാണ്, നിനക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൂടെ? നിനക്ക് വയ്യെന്നോ മറ്റോ പറഞ്ഞാൽ അയാൾ മറ്റാരെങ്കിലും കൂടെ കൊണ്ടുപോകും. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ അയാൾ എന്നെ എന്ത് ചെയ്യാനാ? കൊല്ലാനൊന്നും അല്ലല്ലോ അയാൾ എന്നെ കൂടെ കൊണ്ടുപോകുന്നത്. അതിന് മാത്രം തെറ്റൊന്നും ഞാൻ അയാളോട് ചെയ്തിട്ടില്ല. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു, ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടം. അവൻ പറഞ്ഞതും അവൾ ഒന്നും മിണ്ടിയില്ല. എന്താവശ്യം എപ്പോൾ ഉണ്ടെങ്കിലും എന്നെ വിളിക്കണം കേട്ടോ, അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും ഒരു പുഞ്ചിരിയോടുകൂടി തന്നെ അവൾ തലയാട്ടി. അവനെ നോക്കി ഒന്നുകൂടി യാത്ര പറഞ്ഞതിന് ശേഷം അവർ ഓഫീസിലേക്ക് തിരിച്ചു. അവൾ നേരെ ചെന്നത് ഓഫീസിലേക്കായിരുന്നു. ബെസ്റ്റ് വിഷസ് ചേച്ചി, നല്ലതുപോലെ പ്രസൻറ്റ് ചെയ്യാനൊക്കെ സാധിക്കട്ടെ. എല്ലാം കഴിഞ്ഞിട്ട് എന്നെ വിളിക്കണം കേട്ടോ. ഇത് ചേച്ചിയുടെ കരിയറിൻ്റെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് കൂട്ടിയാൽ മതി, സാന്ദ്ര അവളെ നോക്കി പറഞ്ഞു. അതിനാമി പുഞ്ചിരിച്ചുകൊണ്ടൊന്ന് തലയാട്ടി. അവൾ തൻ്റെ മുറിയിലേക്ക് പോയതും സാന്ദ്ര അവളുടെ സ്ഥലത്തേക്കും പോയി. അരമണിക്കൂർ കഴിഞ്ഞതും അവൻ ഓഫീസിലേക്ക് കയറി വരുന്നത് കണ്ടു. അവനെ കണ്ടതും ആമി പെട്ടെന്ന് അവിടെ നിന്നും എഴുന്നേറ്റു. അവൻ ആമി ഒന്ന് അടിമുടി നോക്കി. എനിക്കറിയായിരുന്നു നീ ഇങ്ങനെയുള്ള ലോക്കൽ ഡ്രസ്സുകളായിരിക്കും ഇട്ടുകൊണ്ട് വരുന്നതെന്ന്. അതുകൊണ്ടാണ് നിനക്ക് വേണ്ടി ഞാൻ പ്രത്യേകം ഡ്രസ്സ് ഡിസൈൻ ചെയ്യിപ്പിച്ചത്. കുറച്ച് കഴിയുമ്പോൾ അവർ അതുമായിട്ട് വരും. ഇവിടെ വെച്ച് തന്നെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ശരിയാക്കിയിട്ട് പോയാൽ മതി. രാത്രിയോടെ അവിടെ എത്തിയാൽ മതിയല്ലോ, അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ മറുപടി ഒന്നും പറയാതെ അവനെ നോക്കി തലയാട്ടി. പിന്നെ എല്ലാ റിപ്പോർട്ടുകളും ഫയലുകളും എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. ഉണ്ട് സർ, അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞതും അവളെ ഒന്നുകൂടി നോക്കിയതിന് ശേഷം അവൻ തൻ്റെ ക്യാബിനിലേക്ക് പോയി. ഇയാളിനി എന്ത് ഡ്രസ്സാവുമോ എന്തോ എനിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്, അവൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു. കുറച്ച് നിമിഷം കഴിഞ്ഞതും 1-2 പേർ അങ്ങോട്ടേക്ക് വന്നു. ആമി നോക്കിക്കൊണ്ടിരുന്ന ഫയലിൽ നിന്നും തല ഉയർത്തി നോക്കി. റിൻസി, പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്ന ഒരു പാൻറ്റും ഷർട്ടും ഇട്ട പെൺകുട്ടിയെ കണ്ടതും അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. പെട്ടെന്നാണ് അവളുടെ കൂട്ടുകാരി സ്വപ്ന പറഞ്ഞത് അവളുടെ ഓർമ്മയിൽ കൂടി കടന്നുപോയത്. റിൻസി അവിടുത്തെ ഫാഷൻ ഡിസൈനർ ആണെന്നുള്ള കാര്യം. റിൻസി മറ്റൊരാളും കൂടി അങ്ങോട്ടേക്ക് വന്നു. ആമി അവളെ വിളിക്കാൻ തുടങ്ങുന്നതിന് മുൻപേ തന്നെ അവൾ ആദിയുടെ ക്യാബിനിലേക്ക് കയറിപ്പോയി. ആദ്യം അവളോട് ആമി ഇരിക്കുന്ന സ്ഥലത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്തോ പറയുന്നതും മറ്റും ആമിക്ക് കണ്ണാടിയിൽ കൂടി കാണാമായിരുന്നു. റിൻസി അവിടെ നിന്നും ആമിയെ നോക്കുന്നുണ്ടെങ്കിലും അത് ആമിയാണെന്ന് അവൾക്ക് വ്യക്തമായില്ല. അവൻ എന്തോ പറഞ്ഞതും റിൻസിയും കൂടെ വന്ന ആളും കൂടി ആമിയുടെ മുറിയിലേക്ക് വന്നു. റിൻസി അവളെ വാതിലിൻ്റെ അടുത്ത് കണ്ടതും ആമി എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു. ആമി, നീയായിരുന്നോ? റിൻസി പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും ആമി ആണെന്ന് തലയാട്ടി. എത്ര നാളായി കണ്ടിട്ട്? സ്വപ്നം നിന്നെ കണ്ടിരുന്നോ? ഇതിപ്പോൾ നിനക്ക് വേണ്ടിയിട്ടാണോ ഞാൻ ഈ ഡ്രസ്സ്? അവൾ സംശയത്തോടെ ചോദിച്ചു. സ്വപ്നയെ ഞാൻ ഇവിടെ വെച്ച് കണ്ടിരുന്നു. അപ്പോൾ നീ ഇവിടെയാ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടേക്ക് വരില്ല എന്നും പറഞ്ഞു. ആമി അവളെ നോക്കി മറുപടി പറഞ്ഞു. ഞാൻ അങ്ങനെയൊന്നും ഇവിടെ വരാറില്ല. സാറിന് അർജൻറ്റായിട്ട് എവിടെയെങ്കിലും പോകണമെങ്കിൽ എന്നെ വിടും. എന്നിട്ട് നിന്നെ കണ്ട കാര്യമൊന്നും സ്വപ്ന എന്നോട് പറഞ്ഞില്ലല്ലോ. ചിലപ്പോൾ അവൾ വിട്ടുപോയതായിരിക്കും, റിൻസി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, നീ എന്താ പിന്നെ ഫാഷൻ ഡിസൈനിങ് നോക്കിയത്? അവൾ സംശയത്തോടെ ചോദിച്ചു. നിനക്കറിയാലോ, പണ്ട് മുതലേ എനിക്ക് അതിലാണ് കഴിവെന്ന്. അതുകൊണ്ട് ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഫാഷൻ ഡിസൈനിങ് കോഴ്സിന് ചേർന്നു. ഇവിടെ വന്ന് എത്തിപ്പെടുകയും ചെയ്തു. അവൾ ചിരിയോടെ ആമിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. പിന്നെ നിനക്ക് സുഖമാണോ? അവൾ സംശയത്തോടെ ചോദിച്ചു. അമ്മി അതിനൊന്നും മിണ്ടാതെ അവൾക്ക് വേണ്ടി ഒരു വാടിയ പുഞ്ചിരി നൽകി. അതിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ റിൻസിയുടെ മുഖവും ഒന്ന് വാടി. ഞാനെല്ലാം അറിഞ്ഞിരുന്നു. ആ സമയത്ത് ഞാനിവിടെ ജോയിൻ ചെയ്തതേ ഉണ്ടായിരുന്നുള്ളൂ. സാരമില്ലടാ, എല്ലാം ഒരു വിധിയാണെന്ന് കരുതിയാൽ മതി, റിൻസി അവളുടെ കവളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് ആമിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. റിൻസിയുടെ കൂടെ നിന്ന പെൺകുട്ടി എന്താണെന്നും ഏതാണെന്നും അറിയാതെ പകച്ചു നിൽക്കുകയായിരുന്നു. പേടിക്കണ്ട, മലയാളിയല്ല, നമ്മൾ പറയുന്നൊന്നും മനസ്സിലാവില്ല. ആ പെൺകുട്ടിയെ നോക്കുന്നത് കണ്ടതും റിൻസി അവളെ നോക്കി മറുപടി പറഞ്ഞു. അല്ല, നീ എങ്ങനെയാ ഇവിടെ എത്തിയത്? അറിയുന്നവരാരേലും ഉണ്ടോ? റിൻസി സംശയത്തോടെ അവളോട് ചോദിച്ചു. ആമി ഫെലിക്സിൻ്റെ ഒപ്പം അവിടേക്ക് വന്നതും ഹോസ്റ്റലിലാണ് നിൽക്കുന്നതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ അവളോട് പറഞ്ഞു. ആദ്യം ഏതോ അർജൻറ്റായിട്ടുള്ള കോളിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും സംസാരിക്കുന്നുവെന്നും ആദ്യം ശ്രദ്ധിച്ചില്ലായിരുന്നു. പിന്നീട് റിൻസി കാര്യമായിട്ട് അവളോട് എന്തൊക്കെയോ ചോദിക്കുകയും പറയുകയും ചെയ്യുന്നത് കണ്ടതും ആദ്യം സംശയത്തോടെ അവരെ രണ്ടുപേരെയും നോക്കി. റിൻസി,
ഞാൻ മാരീഡ് ആണെന്നും മറ്റും ഇവിടെ ആർക്കും അറിയില്ല. ബയോഡേറ്റയിൽ സിംഗിളാണെന്നാണ് പറഞ്ഞാൽ കൊടുത്തത്. ആര് ചോദിച്ചാലും നീ കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട. അത് മറ്റൊന്നും കൊണ്ടല്ല, എല്ലാവരും എന്നോട് നോർമലായിട്ട് പെരുമാറിയാൽ മതി. ആരുടെ സഹതാപമൊന്നും എനിക്ക് വേണ്ടടാ. ആരെങ്കിലും എന്നോട് സഹതാപം കാണിക്കുമ്പോൾ അപ്പോഴാണ് എനിക്ക് കൂടുതൽ സഹിക്കാൻ പറ്റാതെ വരുന്നത്. ആമി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഒരുപാട് മാറിപ്പോയി. പണ്ടത്തെ ആമി അല്ല നീ ഇപ്പോൾ. അന്ന് നീ ഓർക്കുന്നോ, സാറിനോട് കംപ്ലൈൻറ്റ് പറയാൻ പോയപ്പോൾ ഞാൻ കൂടെ വന്നില്ല എന്നും പറഞ്ഞ് നീ എന്നോട് ചൂടായതൊക്കെ? അന്നത്തെ ആമിയല്ല നീ. രൂപം കൊണ്ടും സംസാരത്തിലും എന്തിന് സ്വരം പോലും മാറിപ്പോയി. അവൾ വിഷമത്തോടെ ആമിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അതിന് മറുപടി ഒന്നും പറയാതെ അവൾ പുഞ്ചിരിച്ചു. അവർ രണ്ടുപേരും സംസാരിക്കുന്നത് കണ്ടതും ആദ്യ തൻ്റെ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് ആമിയുടെ മുറിയിലേക്ക് വന്നു. ഡ്രസ്സ് ഇട്ട് നോക്കിയോ? ആദ്യ സംശയത്തോടെ അവരോട് ചോദിച്ചു. ഇപ്പോൾ ചെക്ക് ചെയ്യാം സാർ. ആക്ച്വലി ഇവളെൻ്റെ കൂടെ കോളേജിൽ പഠിച്ചതാണ്. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത്. ഞങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഇപ്പം തന്നെ ഡ്രസ്സ് നോക്കാം, വാ ആമി. അതും പറഞ്ഞ് റിൻസി അവളോടൊപ്പം മറ്റൊരു മുറിയിലേക്ക് നടന്നു. ആമി അവനെ കടന്നു പോയതും അവൻ ആമിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഡ്രസ്സ് ചേഞ്ച് ചെയ്തതും അവൾ മുറിയിൽ നിന്നും ഇറങ്ങി വന്നു. ഒരു വൈറ്റ് ഷർട്ടും ബ്ലാക്ക് പാൻറ്റുമായിരുന്നു ആമിയുടെ വേഷം. ഇൻഷർട്ട് ചെയ്തിരിക്കുകയാണ്. മുടി പൊക്കി കെട്ടി. എല്ലാം കൊണ്ടും ഒരു എക്സിക്യൂട്ടീവ് ലുക്ക് തന്നെ അവൾക്ക് തോന്നിക്കുന്നുണ്ടായിരുന്നു. ഇത് ഓക്കെ അല്ലേ സാർ? റിൻസി അവനെ നോക്കി ചോദിച്ചു. എന്നാൽ റിൻസി പറയുന്നൊന്നും ശ്രദ്ധിക്കാതെ ആമയുടെ മുഖത്തേക്ക് തന്നെ നോക്കുകയായിരുന്നു അവൻ. പതിയെ അവളുടെ മുഖത്തു നിന്നും അവളുടെ ശരീരത്തിലേക്കും. അവളുടെ ശരീരവടിവ് ആ ഡ്രസ്സിൽ നല്ലതുപോലെ എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആമി ആ ഡ്രസ്സിൽ ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല. അവൾ അങ്ങനെയുള്ള ഡ്രസ്സൊന്നും ഇടാഞ്ഞതുകൊണ്ട് ആദ്യമായിട്ട് ഇട്ടതിൻ്റെ ഒരു ചളുപ്പും മറ്റും അവൾക്കുണ്ടായിരുന്നു. സർ, ആമി പറയുന്നത് അവൾ ഈ ഡ്രസ്സിൽ കംഫർട്ടബിൾ അല്ലെന്നാണ്. ഇനിയിപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയില്ലല്ലോ? അവൾ ആദ്യം നോക്കി ചോദിച്ചു. വേണ്ട, ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് ആദ്യമായിട്ട് അങ്ങനെയുള്ള ഡ്രസ്സ് ഇടുന്നതുകൊണ്ട് തോന്നുന്നതാണ്. ഇവളിങ്ങനെയുള്ള ഡ്രസ്സൊന്നും യൂസ് ചെയ്തിട്ടില്ലല്ലോ. അവൻ ആമിയെ നോക്കാതെ തന്നെ അവളോട് മറുപടി പറഞ്ഞു. അപ്പോൾ ഇത് തന്നെ പോരെ ആമി? നിനക്ക് ഡ്രസ്സിൽ മറ്റ് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലല്ലോ? റിൻസി സംശയത്തോടെ അവളോട് ചോദിച്ചതും അവൾ ഇല്ലാന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. ഓക്കെ, താങ്ക് യു റിൻസി. ആദ്യം അവളെ നോക്കി പറഞ്ഞതും അവൾ പുഞ്ചിരിയോടെ ഒന്ന് തല കുലുക്കി. ആമി, ദേ ഇതാ എൻ്റെ നമ്പർ. എന്നെ വിളിച്ചാൽ മതി. നമുക്കിടയ്ക്ക് കാണാം. സ്വപ്നയും കൂട്ടാം. ഓൾ ദി ബെസ്റ്റ്. അവൾ ആമിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ തന്നെ തലയാട്ടി. ഓക്കെ സർ. അവൾ ആദ്യയോട് പറഞ്ഞതിന് ശേഷം അവിടെ നിന്നും പോയി. 5 മിനിറ്റ്സ്, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യും. ഇപ്പം യാത്ര തിരിച്ചാൽ മാത്രമേ വൈകുന്നേരം അവിടെ എത്തിയുള്ളൂ. അവൻ തൻ്റെ വാച്ചിലേക്ക് നോക്കിയതിനു ശേഷം ആമയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അതിനൊന്നും മിണ്ടാതെ അവൾ ഡ്രസ്സ് മാറാൻ തിരികെ കയറിപ്പോയി. അവൾ ഡ്രസ്സ് മാറി തൻ്റെ പഴയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നു. റിൻസി കൊണ്ടുകൊടുത്ത ഡ്രസ്സ് തൻ്റെ ബാഗിലാക്കി. അവൾ വന്നതും അവളെ ഒന്ന് വിളിക്കുക കൂടി ചെയ്യാതെ അവൻ തൻ്റെ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. പോകാൻ ഇറങ്ങിയതാണെന്ന് കരുതി അവളും തൻ്റെ ബാഗും ഫയലും മറ്റുമായി അവൻ്റെ പുറകെയും വെച്ച് പിടിച്ചു. അവൾ അവൻ്റെ കാറിൻ്റെ അടുത്തേക്ക് ചെന്നു. ബാഗും മറ്റും ബാക്കിലേക്ക് വെച്ചിട്ട് അവിടെ തന്നെ കയറാൻ തുടങ്ങി. ഐ ആം നോട്ട് യുവർ ഡ്രൈവർ. നീ എന്നെ ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്നതല്ല. അവൾ പുറകിലേക്ക് കയറാൻ തുടങ്ങിയതും അവൻ്റെ വകയുള്ള വാക്കുകൾ. അത് കേട്ടതും അവൾ ഒന്നും മിണ്ടാതെ പുറകിലത്തെ ഡോർ അടച്ചതിനു ശേഷം മുൻപിലേക്ക് കയറി. അവൾ കയറിയതും അവൻ കാർ എടുത്തു. ഫെലിക്സിന് അങ്ങോട്ട് പോകുവാണെന്നും പറഞ്ഞ് കാറിലിരുന്ന് തന്നെ അവൾ മെസ്സേജ് അയച്ചു. അങ്ങോട്ടുള്ള യാത്രയിൽ അവർ പരസ്പരം ഒന്നും തന്നെ മിണ്ടിയില്ല. അവൻ പാട്ടിട്ടുകൊണ്ട് തൻ്റെ ഡ്രൈവിങ്ങിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അവളും അതേ പാട്ട് കേട്ടുകൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നു, രണ്ട് അപരിചിതരെ പോലെ. ഫെലിക്സ് ഫ്രീ ടൈം കിട്ടിയതും അവളുടെ മെസ്സേജ് എന്തെങ്കിലും വന്നിട്ടുണ്ടോയെന്നാണ് ആദ്യം എടുത്തു നോക്കിയത്. അവളുടെ മെസ്സേജ് കണ്ടതും അവൻ തിരികെ അവൾക്ക് റിപ്ലൈ ഇട്ടു. നോട്ടിഫിക്കേഷൻ വരുന്ന ടൂൺ കേട്ടതും അവൾ തൻ്റെ ഫോൺ എടുത്തു നോക്കി. അയാളും നീയും മാത്രമേ ഉള്ളൂ അങ്ങോട്ട്. നിനക്കുള്ള ഡ്രസ്സ് എന്താണെന്ന് നീ കണ്ടോ? ഫെലിക്സ് സംശയത്തോടെ അവളോട് ചോദിച്ചു. അവൾ അതിന് ഓരോന്നിനും അവന് മറുപടി നൽകി. ആദിയുടെ കണ്ണുകൾ ഡ്രൈവിങ്ങിനിടയിൽ കൂടി അവളെ തേടിപ്പോയി. അവൻ നോക്കുമ്പോൾ അവൾ ഫോണിൽ ആർക്കോ മെസ്സേജ് അയക്കുന്ന തിരക്കിലാണ്. പെട്ടെന്ന് അവളെ ഇറിറ്റേറ്റ് ചെയ്യാനെന്നുള്ള രീതിയിൽ അവൻ പാട്ടിൻ്റെ സൗണ്ട് കൂട്ടിവെച്ചു. അവൾ സംശയത്തോടെ ഒന്ന് നോക്കിയതിന് ശേഷം അതൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ വീണ്ടും ഫോണിലേക്ക് തന്നെ നോക്കിയിരുന്നു. അത് കണ്ടതും അവനെന്തിനോ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പക്ഷെ അത് എന്തിനാണെന്ന് അവനും അറിയാൻ കഴിയുന്നില്ല. ആമിയാണെങ്കിൽ ഇതൊന്നും അറിയാതെ തന്നെ ഫെലിക്സിന് മെസ്സേജ് അയക്കുന്ന തിരക്കിലും. പെട്ടെന്ന് അവളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ എന്ന രീതിയിൽ അവൻ വണ്ടി സഡൻ ബ്രേക്ക് ഇട്ടു. അതവൾ ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നത് കൊണ്ട് തന്നെ അവൾ മുൻപിലേക്കൊന്നാഞ്ഞു. കയ്യിലുണ്ടായിരുന്ന അവളുടെ മൊബൈൽ ഫോൺ താഴേക്ക് വീണു. അവളെ ഞെട്ടിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നാൽ അവൻ ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്ന രീതിയിൽ ഡ്രൈവിങ്ങിൽ തന്നെ ശ്രദ്ധിച്ചു. അവൾ കുനിഞ്ഞ് തൻ്റെ ഫോൺ താഴെ നിന്നും എടുത്തു. അത് തിരിച്ചും മറിച്ചും ഒന്ന് നോക്കി. അതിലൊന്നും തന്നെ സംഭവിച്ചിട്ടില്ലായിരുന്നു. അവൾ വീണ്ടും ഫോൺ ഓൺ ചെയ്ത് ഫെലിക്സിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അവനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ടായിരുന്നെങ്കിലും അതിനെ ഞെരിച്ചമർത്തി അവനും ഇരുന്നു. സമയം കടന്നു പോകവേ അവൾ പതിയെ മയക്കത്തിലേക്ക് വീണു. ഡ്രൈവിങ്ങിനിടയിൽ എപ്പോഴോ അവൻ്റെ കണ്ണുകൾ അവളെ തേടിപ്പോയതും നിഷ്കളങ്കമായി തല ചരിച്ചു വെച്ച് ഉറങ്ങുന്ന ആമിയാണ് അവൻ കണ്ടത്. അവളുടെ ചെറിയ കുഞ്ഞുമുടികൾ നെറ്റിയിലേക്ക് വീണ് കിടന്നിരുന്നു.
ഞാനെന്തിനാ ഇവളെ നോക്കുന്നത്? അവൻ സ്വയം ചിന്തിച്ചുകൊണ്ട് വീണ്ടും ഡ്രൈവിംഗിൽ ശ്രദ്ധിച്ചു. പക്ഷെ എത്രയൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും അവന്റെ കണ്ണുകൾ അവളെ തേടിപ്പോയിക്കൊണ്ടേയിരുന്നു. അവളാണെങ്കിൽ ഇതൊന്നും അറിയാതെ മയങ്ങുകയായിരുന്നു. കുറച്ച് നിമിഷം കഴിഞ്ഞതും അവൻ ഡ്രൈവ് ചെയ്ത് ക്ഷീണിച്ചിരുന്നു. ഉച്ചയുമായിരുന്നു. അവൻ അടുത്ത് കണ്ട ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ തന്റെ കാർ നിർത്തി. അവൾ അപ്പോഴും അതേ മയക്കത്തിൽ തന്നെയാണ്. അവൻ ഡ്രൈവർ സീറ്റിൽ നിന്നും ഇറങ്ങി. അവൾ ഇരിക്കുന്ന കോ ഡ്രൈവർ സീറ്റിന്റെ അടുത്തേക്ക് നടന്നു. പിന്നെ ആ ഡോർ തുറന്നു. ഡി അവൻ വിളിച്ചതും അവൾ ഞെട്ടിക്കൊണ്ട് കണ്ണുകൾ വലിച്ചു തുറന്നു. എന്താ? അവൾ ചുറ്റിനും ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു. സുഖനിദ്രയ്ക്ക് വേണ്ടിയിട്ടാണോ തമ്പുരാട്ടി എൻ്റെ കൂടെ വന്നത്? നിനക്ക് വിശപ്പും ദാഹമൊന്നുമില്ലേ? അവൻ ചോദിച്ചതും അവൾ മുൻപിലേക്ക് നോക്കി. ഒരു വലിയ റെസ്റ്റോറൻ്റ് ആണ് തൻ്റെ മുൻപിൽ കണ്ടത്. ഇറങ്ങി വാ, അവൻ കുറച്ച് കടുപ്പിച്ച് പറഞ്ഞതും അവൾ തൻ്റെ ഹാൻഡ് ബാഗും എടുത്തുകൊണ്ട് ഇറങ്ങി. അവൻ മുൻപിൽ നടന്നതും അവൾ അവൻ്റെ പുറകിൽ തന്നെ വെച്ചു പിടിച്ചു. നിനക്ക് വാഷ്റൂമിലോ മറ്റോ പോകണമെങ്കിൽ പോയിട്ട് വാ, അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അതിനവൾ തലയാട്ടിക്കൊണ്ട് കൈ കഴുകാൻ കയറി. അവൻ പോയി ഒരു സീറ്റിലേക്ക് ഇരുന്നതും അവളും വാഷ്റൂമിലേക്ക് കയറി. അവന് വേണ്ടുന്നതും അവൾക്ക് വേണ്ടുന്നതും അവൻ തന്നെയാണ് ഓർഡർ ചെയ്തത്.